അവരോടൊന്നും തന്നെ സംസാരിക്കാനും തയ്യാറായില്ല. ഇതുമൂലം ഉപഭോക്താക്കൾ ദിവസങ്ങൾക്കുള്ളിൽ അവനിൽ നിന്നും പിന്തിരിഞ്ഞു. ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കാൻ തുടങ്ങിയതോടെ രഘുനാഥൻ തന്റെ സുഹൃത്തുക്കളെ കാണാതെയായി. പ്രശ്നം കൂടുതൽ വഷളായി. അവന്റെ കുടുംബത്തിലെ എല്ലാവരും പരിഭ്രാന്തരായി. വ്യാപാരം ഏതാണ്ട് നിശ്ചലമായി. സുഹൃത്തുക്കളുടെ ചെറിയ സഹായം പോലും നിലച്ചു. ഒപ്പം അവന്റെ ജീവിതഭാരം കൂടിക്കൊണ്ടിരുന്നു. രഘുനാഥനെ കൂടുതൽ പ്രശ്നങ്ങൾ അലട്ടാൻ തുടങ്ങി. ഏതാനും മാസങ്ങൾക്ക് ശേഷം അവൻ വീണ്ടും സന്യാസി ബന്ദേബാലിനെ കാണാൻ പോയി. ഗുരുദേവ, താങ്കൾ എന്നോട് ഏകാന്തതയിൽ ജീവിക്കാൻ പഠിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്തതോടെ എന്റെ വ്യാപാരം നശിച്ചു. ഒരു കച്ചവടവും ഇല്ലാതെയായി. എന്റെ കുടുംബം ഇപ്പോൾ കൂടുതൽ കുഴപ്പത്തിലാണ്. എല്ലാത്തിനുമുപരി എന്റെ ജീവിതം കൂടുതൽ പ്രശ്നങ്ങൾ നിറഞ്ഞതായി. ഇനി ഞാൻ എന്തു ചെയ്യണം? ഗുരുദേവൻ വളരെ നേരം രഘുനാഥിന്റെ കണ്ണുകളിലേക്ക് നോക്കി. എന്നിട്ട് പറഞ്ഞു, എന്റെ കൂടെ വരൂ. എവിടേക്കാണ് ഗുരുദേവ? മറുപടി പറയാതെ ഗുരുദേവൻ രഘുനാഥിന്റെ കൈ പിടിച്ച് ഇടുങ്ങിയ മലമ്പാതയിലൂടെ നടക്കാൻ തുടങ്ങി. വഴിയിൽ വെച്ച് രഘുനാഥ് പല ചോദ്യങ്ങൾ ചോദിച്ചെങ്കിലും അദ്ദേഹം മറുപടി പറഞ്ഞില്ല. ഏകദേശം 1.5 മണിക്കൂറോളം നടന്ന് രണ്ടുപേരും പർവ്വത താഴ്വരയിലെ ഒരു ഗ്രാമത്തിലെത്തി. ഗ്രാമത്തിലെ ഒരു ഉത്സവ പരിപാടിയിലാണ് അവരെത്തിയത്. രഘുനാഥ, ഇവിടെ എത്ര പേരുണ്ട്? കുറഞ്ഞത് 2000 പേരെങ്കിലും. രഘുനാഥ, നിനക്ക് ചുറ്റും ആയിരക്കണക്കിന് ആളുകളുണ്ട്. എന്നാൽ അവരിൽ ആരാണ് നിന്റെ കൂടെയുള്ളത്? ഗുരുദേവ, ഇവിടെ ആയിരക്കണക്കിന് ആളുകളുണ്ട്. പക്ഷേ ഞാൻ തനിച്ചാണ്. ഗുരുദേവൻ സൗമ്യമായി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇപ്പോൾ നിന്റെ കണ്ണുകളടച്ച് ആഴത്തിൽ ശ്രദ്ധിക്കുക. നിനക്ക് എന്തെങ്കിലും കേൾക്കുന്നുണ്ടോ എന്ന് നോക്കുക. രഘുനാഥൻ കണ്ണുകളടച്ചു. വിവിധ തരത്തിലുള്ള മിശ്രിതമായ ശബ്ദം കേൾക്കാൻ അവന് സാധിച്ചു. അവൻ കണ്ണു തുറന്ന ശേഷം പറഞ്ഞു, ഗുരുദേവ, എനിക്ക് പ്രത്യേകമായി ശബ്ദമൊന്നും കേൾക്കാൻ കഴിഞ്ഞില്ല. വലിയ ബഹളം മാത്രമാണ് കേൾക്കുന്നത്. ഗുരുദേവൻ പറഞ്ഞു, ഇപ്പോൾ കൂടുതൽ ശ്രദ്ധയോടെ കേൾക്കാൻ ശ്രമിക്കുക. നിന്റെ സ്വന്തം ഹൃദയമിടിപ്പിൽ ശ്രദ്ധിക്കുക. ഇത്തവണ ആളുകളുടെ നടുവിലെത്തിയ അവൻ ശാന്തമായി കണ്ണുകളടച്ചു. ബഹളത്തിന്റെ ശബ്ദം അവനിൽ നിന്നും പതിയെ മാഞ്ഞു. കുറച്ചു കഴിഞ്ഞപ്പോൾ അവന് സ്വന്തം ഹൃദയമെടുപ്പ് അനുഭവപ്പെട്ടു തുടങ്ങി. രഘുനാഥ് കണ്ണു തുറന്നു. എന്നിട്ട് പറഞ്ഞു, അതേ ഗുരുദേവ, എന്റെ ഹൃദയമെടുപ്പ് എനിക്ക് കേൾക്കാം. പ്രിയപ്പെട്ട രഘുനാഥ, തനിച്ചിരിക്കുക എന്നതിനർത്ഥം എല്ലാവരിൽ നിന്നും അകന്നു നിൽക്കുകയോ അവരെ ഒഴിവാക്കുകയോ അല്ല. തനിച്ചിരിക്കുക എന്നതിനർത്ഥം ഈ ആൾക്കൂട്ടങ്ങൾ പോലെ നീ എല്ലാവരുമായും കുടുംബത്തിനൊപ്പം, വ്യാപാരത്തിൽ, സുഹൃത്തുക്കൾക്കൊപ്പം എപ്പോഴും ഉണ്ടായിരിക്കണം. നീ എല്ലാവരുമായും നടക്കണം. എന്നാൽ നിന്റെ ഉള്ളിലെ മനസ്സ് തനിച്ചായിരിക്കണം. ഏകാന്തതയുടെ ഈ ജീവിതം നയിക്കുന്നതിലൂടെ നീ നിന്റെ ആന്തരികതയുമായി ഒന്നായി തീരുകയും നിന്റെ ഉള്ളിലെ ജീവശക്തിയുടെ സംഭരണി തിരിച്ചറിയുകയും ചെയ്യും. രഘുനാഥ, മിഥ്യാധാരണകളാലും പ്രതീക്ഷകളാലും അന്ധരായി ലോകത്ത് നാം എല്ലാവരും തനിച്ചാണ്. എന്റെ കൂടെ ഒരുപാട് പേരുണ്ടെന്ന് നീ കരുതുന്നുണ്ടോ? എന്നാൽ വാസ്തവത്തിൽ ഞാൻ തനിച്ചാണ്. നീ ഈ ഏകാന്തത എത്രയധികം വളർത്തിയെടുക്കുന്നുവോ അത്രയധികം നീ സ്വയം അറിയും. അപ്പോൾ നിന്റെ ശ്രദ്ധ ശക്തമാകും. ഈ ശക്തമായ മനസ്സുള്ളവൻ തന്റെ ജീവിതത്തിലെ ഏത് പ്രതിസന്ധി നിറഞ്ഞ പ്രവർത്തനത്തിലും വിജയിക്കുന്നു.